ഇനി അവകാശവാദങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. എന്താണ് താഴെ ബൂത്ത് ലെവലിൽ നിന്ന് കിട്ടിയ കണക്കുകൾ? ബൂത്ത് ലെവലിലെ കണക്കുകളൊന്നും ഇതുവരെ ഫൈനലായിട്ട് കിട്ടിയിട്ടില്ല. അത് വരുന്നതേ ഉള്ളൂ. പക്ഷേ തുടക്കം മുതലേ ഉണ്ടായിരുന്ന ഒരു ജനപിന്തുണ ഇന്നലെ മണ്ഡലത്തിലാകെ പോളിംഗ് ദിവസം കാണാൻ കഴിഞ്ഞു. ഞാൻ മണ്ഡലത്തിലെ 7 നിയോജകമണ്ഡലങ്ങളിലും ഇന്നലെ സന്ദർശനം നടത്തുകയുണ്ടായി. ചെന്നിടത്തെല്ലാം വളരെ നല്ല പ്രതികരണമാണ് വോട്ടർമാരുടെ ഭാഗത്തുനിന്ന് കണ്ടത്. അതുകൊണ്ട് തന്നെ യാതൊരു സംശയവും വേണ്ട, ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുമെന്ന ബോധ്യത്തോടു കൂടിയാണ് ഞാൻ നിൽക്കുക. ഇന്നലെ LDF കൺവീനർ EP ജയരാജൻ്റെ പ്രസ്താവന അത് മുന്നണിക്കകത്ത് പോലും ചെറുതല്ലാത്ത ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. അത് ഈ ഇലക്ഷനിൽ കോട്ടയത്തടക്കം പ്രതിഫലിക്കുമെന്ന് തോന്നുന്നുണ്ടോ? യാതൊരു കാരണവശാലും അങ്ങനെയൊന്നും പ്രതിഫലിക്കുകയില്ല. അതൊക്കെ രാഷ്ട്രീയമായി ഓരോരുത്തർ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് വന്ന കാര്യമാണ്. അതൊന്നും കോട്ടയത്തെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന കാര്യമല്ല. ഇവിടെ പൊളിറ്റിക്കൽ വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെയാണോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊളിറ്റിക്കൽ വോട്ടുകൾ ഒന്നുകൂടാതെ മുഴുവൻ പോൾ ചെയ്തിട്ടുണ്ട്. യാതൊരു സംശയവുമില്ല. മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്താ സംഭവിച്ചതെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. കഴിഞ്ഞ ദിവസം NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞത് അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ മത്സരം UDFും NDAയും തമ്മിലായിരുന്നു, തോമസ് ചാഴികാടൻ പിന്നിലേക്ക് പോയി എന്നുള്ളതാണ്. മറുപടി? ആർക്കും എന്തും പറയുന്നതിനുള്ള അവകാശം ഈ രാജ്യത്തുണ്ട്. അദ്ദേഹം അത് പറഞ്ഞതിന് ഞാൻ പ്രത്യേകിച്ചൊരു കമൻറ്റും പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ അറിവ് വെച്ചുകൊണ്ട് പറഞ്ഞതായിരിക്കാം എന്ന് ഞാൻ കരുതുന്നു. അത് യാതൊരു കാരണവശാലും എനിക്ക് ബാധകമല്ല. അത് എന്നെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയവും വേണ്ട, ഈ തെരഞ്ഞെടുപ്പിൽ വിജയം എൻ്റേതാണ്. ആ വിജയം ഉറപ്പിക്കുന്നതായിരുന്നു ഇന്നലത്തെ പോളിംഗ് ദിവസത്തെ പ്രവർത്തനങ്ങളും. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. അവകാശവാദങ്ങൾക്കൊന്നുമില്ലെങ്കിലും വിജയ പ്രതീക്ഷ പൂർണ്ണമായും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ വീണ്ടും പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇലക്ഷൻ പ്രചരണങ്ങളിൽ നിന്ന് വിട്ട് സജീവമാകുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.